ക്ഷേത്രോത്സവത്തിനിടയിൽ ഗണഗീതം പാടിയതിനെ ചൊല്ലി അതിരൂക്ഷമായ തർക്കമുണ്ടായി. ഈ തർക്കത്തിൽ CPM പ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കേണ്ടത്. CPM പ്രവർത്തകനായ ഷാൻ ശശിധരനെ 6-അംഗ BJP RSS പ്രവർത്തകരാണ് കൈകാര്യം ചെയ്തത്. ഇവർ മർദ്ദിച്ചുവെന്നാണ് നിലവിൽ പോലീസിന് കിട്ടിയിരിക്കുന്ന പരാതി. കൈക്കും തലയ്ക്കും ഗുരുതരമായി ഷാന് പരിക്കേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷാനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ 6 BJP പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കലായിൽ അൽപ്പുപ്പങ്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്രയിൽ ചല്ലിമുക്ക് ജംഗ്ഷനിൽ വെച്ച് വാഹനത്തിൽ ഗണഗീതം ആലപിച്ചു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകനായ ഷാൻ ശശിധരനും പാർട്ടിക്കാരും ഇതിനെ ശക്തമായി എതിർത്തു. രണ്ടു കൂട്ടരും തമ്മിൽ വാക്കുതർക്കത്തിലേക്കും അക്രമത്തിലേക്കും ഒക്കെ തന്നെ അത് നയിച്ചു. എന്നാൽ ചിതറ പോലീസ് എത്തി ഇരുഭാഗത്തെയും പിരിച്ചുവിട്ടു. മറ്റു പ്രശ്നങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. അവിടെ വെച്ച് പിന്നീടൊന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ ഷാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇലവുപാലത്തെത്തിയപ്പോൾ BJP പ്രവർത്തകർ ചേർന്ന് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചെന്നാണ് പരാതി. ഉടൻ തന്നെ പാലോട് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. ഈ കമ്പിപ്പാര പ്രയോഗത്തിൽ ഷാനിൻ്റെ കൈക്ക് പൊട്ടലേൽക്കുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി. നിലവിൽ ഷാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ രഞ്ജു, പ്രശാന്ത്, അഭിറാം, അക്ഷയ്, പ്രതീഷ്, ആഷിഖ് എന്നിവരെയാണ് പാലോട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെയും സമാനമായ സംഭവം ഉണ്ടായത് ഇത്ര ഗുരുതരമായിരുന്നില്ല. കണ്ണൂരിലാണ് ക്ഷേത്രോത്സവത്തിനിടയിൽ RSS ഗണഗീതം പാടുന്നത് തടയാനായി സ്റ്റേജിലേക്ക് പാഞ്ഞെടുത്ത DYFI പ്രവർത്തകരെ നാട്ടുകാരും ഭക്തരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത്. കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു ഗാനമേള സംഘടിപ്പിച്ചത്. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗണഗീതം ആലപിക്കുന്നത് തടയാനായി സ്റ്റേജിലേക്ക് ഇരച്ചു കയറിയ CPM DYFI സംഘത്തെ BJP RSS പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടയുകയും പിന്നീട് സ്റ്റേജിൽ നിന്നും പിടിച്ചിറക്കി പഞ്ഞിക്കിടുകയും ചെയ്തു. സംഘപരിവാർ നിയന്ത്രണത്തിൽ കൂടി ഉണ്ടായിരുന്ന ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്നുള്ള ഗായക സംഘമാണ് ഉത്സവപ്പറമ്പിൽ പാടാനെത്തിയത്. സദസ്സിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് ഗായകൻ ഗണഗീതം ആലപിച്ചു തുടങ്ങിയതോടെയാണ് വിഷയങ്ങൾ തുടങ്ങിയത്. DYFI പ്രവർത്തകരാകട്ടെ അസഹിഷ്ണുതയോടുകൂടി സ്റ്റേജിലേക്ക് കയറി പാട്ട് നിർത്തിക്കാനായി ശ്രമിച്ചു. പാട്ട് പാടിക്കൊണ്ടിരുന്ന ഗായകനെ ഭീഷണിപ്പെടുത്തി പാട്ട് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നാട്ടുകാർ സംഘടിച്ചെത്തി. DYFIക്കാർക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരെ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഗണഗീതം തടയാൻ ശ്രമിച്ചവരെ സ്റ്റേജിൽ നിന്നും തള്ളിയിറക്കി. പിന്നീടുണ്ടായ ഉന്തിലും തള്ളിലും മർദ്ദനത്തിലും CPM പ്രവർത്തകർക്ക് സാരമായി തന്നെ പരിക്ക് പറ്റിയെന്നാണ് വിവരം. ക്ഷേത്ര കമ്മിറ്റിയിൽ RSS BJP പ്രവർത്തകർ ഏറെ സ്വാധീനമുള്ളവരാണ്. CPMനെ പ്രകോപിപ്പിച്ചതും ചൊടിപ്പിച്ചതും ഈ വിഷയം തന്നെയായിരുന്നു. എന്നാൽ ഈ ക്ഷേത്ര ചടങ്ങിൽ എന്തിനാണ് രാഷ്ട്രീയമെന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ അജണ്ടയുമായി ക്ഷേത്രത്തിലെത്തിയത് CPMകാരായിരുന്നുവെന്നും അവർക്കുള്ള കനത്ത പ്രഹരം ഭക്തരിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് കൂടിയാണ് പറയുന്നത്. സംഭവത്തിന് പിന്നാലെ ഗണഗീതം പാടിയതിനെതിരെ DYFI പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും ക്ഷേത്രവിശ്വാസികളുടെ വികാരത്തെ മാനിക്കാതെ ഒരു അതിക്രമം കാണിച്ചവർക്ക് തക്കതായ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. സംഭവത്തിൽ ഇരു കൂട്ടരും പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് പോലീസിന്റെ കാവലും പിന്നീട് ഏർപ്പെടുത്തി. ഗണഗീതത്തെ എന്തിനാണ് ഭയക്കുന്നത്? CPM നിലപാടാണ് ഇത്തരം സംഘർഷങ്ങൾക്ക് കാരണമെന്നാണ് BJP ആരോപിക്കുന്നത്. കണ്ണൂരിൽ കോൺഗ്രസിനും CPMനും BJPക്കും സ്വാധീനമുള്ള പല ക്ഷേത്രങ്ങളുമുണ്ട്. ദേവസ്വം ബോർഡിന് അവിടെ പ്രത്യേകിച്ച് കാര്യമില്ലാത്ത അവസ്ഥ. അവിടെ നടക്കുന്നതൊക്കെ നിശ്ചയിക്കുന്നത് ആ ഭരണസമിതിയാണ്. ഇതിനെയാണ് കണ്ണാടിപ്പറമ്പിൽ CPM ചോദ്യം ചെയ്തത്. ഇതേ രീതിയിലേക്ക് മറ്റിടത്തും സംഭവങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ കണ്ണൂരിൽ, കേരളത്തിൽ ഈ ഉത്സവകാലം എന്ന് പറയുന്നത് സംഘർഷങ്ങളുടേതായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും കുത്താനും തല്ലാനും ഒക്കെ തുടങ്ങിയാൽ ഉത്സവങ്ങളുടെ മാറ്റു കുറയും. പോലീസിന് കനത്ത ജാഗ്രത തന്നെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതുകൂടാതെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സമയം, അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിധി വിട്ടു പോകാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് എല്ലാ ക്ഷേത്രങ്ങളിലും ഇനി മുതൽ കനത്ത നിരീക്ഷണവും സുരക്ഷയും നൽകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായി വരുന്നത്. അതേസമയം RSS ഗണഗീതം പാടേണ്ടത് അവരുടെ ഓഫീസുകളിലാണെന്നും അതിനുവേണ്ടി ക്ഷേത്രങ്ങളെ ഉപയോഗിക്കരുതെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നത്. ക്ഷേത്ര പരിസരത്ത് ഗണഗീതം പാടാൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. RSSന് ക്ഷേത്രങ്ങളിൽ എന്ത് കാര്യമാണുള്ളതെന്നാണ് CPM ചോദിക്കുന്നത്. വിശ്വാസത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി RSS ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് മാധ്യമങ്ങളോട്
ഇദ്ദേഹം പ്രതികരിക്കുന്നത്. ഭക്തരുടെ വിശ്വാസത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനെതിരെ CPM രംഗത്തുണ്ടാകുമെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. RSSന് യഥാർത്ഥത്തിൽ വിശ്വാസവുമായി ഒരു ബന്ധമില്ലെന്നും അവർ വിശ്വാസത്തെ കേവലം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുകയാണെന്നുമാണ് KK രാഗേഷ് പറഞ്ഞത്. RSSന്റെ ഗണഗീതങ്ങൾ ശാഖയിലും ഓഫീസുകളിലും പാടിയാൽ മതി. അവ ക്ഷേത്രങ്ങളിൽ പാടാൻ ശ്രമിച്ചാൽ ജനങ്ങളിൽ നിന്നും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. RSSകാർ വിശ്വാസിയുടെ കൂടെയാണെങ്കിൽ വിശ്വാസിയായ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാമഭക്തനാണ് ഗാന്ധിയെന്നും ചുണ്ടിലെപ്പോഴും രാമനാമം മന്ത്രിക്കുന്ന വിശ്വാസിയാണ് അദ്ദേഹമെന്നും KK രാഗേഷ് പറഞ്ഞു. വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് RSS. വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഘടനയായിരുന്നുവെങ്കിൽ ശബരിമലയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ RSSന്റെ ഒരു വകയും ഒരു അയ്യപ്പ സംഗമവും നടത്തിയിട്ടില്ല. അതിൽ വാവർ സ്വാമി തീവ്രവാദിയാണെന്ന സന്യാസ വേഷധാരിയായിട്ടുള്ള RSSകാരൻ നടത്തിയ പ്രസംഗം KK രാഗേഷ് എടുത്തു പറഞ്ഞു. ഇതാണോ വിശ്വാസമെന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തി. വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിലൂടെ വർഗീയത ഉണ്ടാക്കുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയുമാണ് RSS ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.